Hello friends, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കൊത്തു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലോട്ട് 2 സവാള കൊത്തി അരിഞ്ഞതാണ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. സവാള കുറേ നേരം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്ത് ചേർക്കേണ്ടത് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. തക്കാളി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ല വെന്തുടയേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തതിലേക്ക് 2 കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട ഇട്ടതിന് ശേഷം 10-15 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കോഴിമുട്ട ഒഴിച്ച സമയത്ത് തന്നെ മിക്സ് ചെയ്താൽ നല്ല പേസ്റ്റ് ആവും. അത് കാരണമാണ് പറഞ്ഞത് 10-15 സെക്കൻഡിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ കോഴിമുട്ട ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോഴിമുട്ട നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അടുത്ത് ഞാൻ ഇവിടെ 3 പൊറോട്ട ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പൊറോട്ട ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പൊറോട്ട ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മുട്ട എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് മസാല ചേർക്കേണ്ടത്. മസാലയ്ക്ക് വേണ്ടി ഒറ്റ കൂട്ട് മാത്രം ചേർക്കുന്നുള്ളൂ. അത് ചിക്കൻ ഗ്രേവിയാണ്. ഇനി ഇതിലോട്ട് ചിക്കൻ ഗ്രേവി ചേർക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ചിക്കൻ പീസും ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടെ എരിവും പിന്നെ മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായി കാണാം.